ഹലോ ഫ്രണ്ട്സ്, ആദ്യ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാവത്ത് ഉണ്ടാക്കാനായിട്ട് പോകട്ടെ. കാവത്ത് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാ? കാച്ചിലാവും, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത്. പക്ഷെ ഇവിടെ കാവത്ത് എന്നൊക്കെ പറയാം. ഇത് വേവിക്കാനായിട്ട് കുക്കറിലോട്ട് മുറിച്ചിടുക കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ കാത്തു കഴിക്കാനായിട്ട് പോകണം. നമ്മളൊരു പച്ചമുളക് ഇടുന്നുള്ളൂ, കുട്ടികൾക്ക് എരി വെച്ചിട്ടാട്ടോ. ചിലപ്പോൾ മക്കൾ കഴിക്കും. അപ്പോൾ അവർ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ എരി ഉണ്ടാച്ചിട്ടാണ്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കുക. പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. എനിക്ക് ഇങ്ങനെ കഴിക്കുന്നേക്കാൾ ഇഷ്ടം നന്നായിട്ട് ഉടച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയതുണ്ട്, അത് ചേർത്തെടുക്കാം. ഒരുപാട് തേങ്ങ ഇടുന്ന നല്ല ടേസ്റ്റ് ആട്ടോ. ഇപ്പൊ ഞാൻ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കിതൊന്ന് വറവിടണം. അപ്പൊ അതാ ഞാൻ വറവിടാൻ വേണ്ടി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് അത് വറവിടേണ്ടത്. ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കടുക് ഇട്ടിട്ടുണ്ട്. അന്ന് പൊട്ടി തുടങ്ങിയിട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാവത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി കാവത്താട്ടോ. കാരണം നല്ല നമ്മളെ കപ്പേനൊക്കെ പോലെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നല്ല പൊടിയുള്ള കാവത്താണ്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഈ രീതിയിൽ നമ്മൾ കാവത്ത് പുഴുങ്ങുന്നത് മാത്രമല്ലാതെ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.